മാത്രം. ആ സുഹൃത്തുക്കളെ കുറച്ചു ദിവസമായി വന്നിട്ട് തിരക്കുകളായി ഇയാൾക്ക് തൊട്ട് കീഴ്ഘടകം വരെ എത്ര നല്ല കാരണങ്ങൾ എത്ര നല്ല നല്ല ടോപ്പിക്ക് വരുന്നെന്ന് അറിയാമോ സുഹൃത്തുക്കളെ? ഇവർ തേച്ചൊട്ടിക്കാൻ പറ്റിയ, പക്ഷെ ഞാൻ എടുക്കാം നടന്നെടുക്കാന്ന് പറയുമ്പോ ഇയാൾ അപ്പം മൂവും. അമ്മൂമ്മയ്ക്ക് വയ്യ, അപ്പൂപ്പന് വയ്യ, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞമ്മയ്ക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അങ്ങ് മൂവും. ഞാൻ പറഞ്ഞു എന്റെ പ്രേക്ഷകർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് എന്ന്, എന്നിട്ട് ഇയാൾ കേട്ടില്ല. സുഹൃത്തുക്കളെ, നാടനടിയിലേക്ക് സ്വാഗതം. എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന്. പാർട്ടി ഗുണ്ടകളെ പിടിച്ച് സ്പീക്കർ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ആ സ്പീക്കർ എന്ന വാക്കിന്റെ അർത്ഥം എങ്ങനെ എനിക്ക് അറിയാം. ഷംസീർ സഖാവിനെ കുറിച്ചാണ് ആവശ്യം പറയുന്നത്. ഷംസീർ സഖാവിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങളുടെ പരിഗണനയിലിരിക്കുന്ന കേസിനകത്ത് മാത്യു കുഴൽനാടൻ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാം. അപ്പൊ സോഷ്യൽ മീഡിയയിലെ ഊക്കളെല്ലാം കാണുന്നുണ്ട്. അല്ലല്ല, നമ്മള് പാർട്ടി ക്ലാസ്സിന് ഇരിക്കുമ്പോഴാണ് സഖാവ് ടി വി ഇട്ടത്. മൈക്ക് ഓഫ് ചെയ്തത് നിങ്ങളുടെ സഖാവിന്റെ പ്രത്യേക അഭിപ്രായം പ്രകാരമായിരുന്നോ? നമ്മൾ ഇവിടുന്ന് വിളിച്ചു പറയും. അല്ലെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുക, എന്തെങ്കിലും ആരെങ്കിലും ഉത്തരം പറയുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുക, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാതിരിക്കുക, ഇതൊക്കെ ഇവരുടെ ചില ലീലാവിലാസങ്ങളാണ് നാട്ടിലെ കുട്ടികൾക്ക് പോലും. അല്ലല്ല, ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് വീണ വിജയൻ മറ്റേ സ്കൂളുകാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച്, അനാഥാലയങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് പിച്ചച്ചട്ടി കൈയിട്ട് വാരാന്നൊക്കെ പറയുമ്പോ ഇതിനെ അല്ലാതെ പിന്നെ എന്തിനാണ് സുഹൃത്തുക്കളെ നമ്മൾ പറയുന്നത്? കൊണ്ടുപോകും. നിങ്ങളെ ഒരു തെളിവ് കൊണ്ടുവന്നിട്ട് പറയണം സുഹൃത്തുക്കളെ. നിങ്ങൾ ഇന്നലെ ക്ലാസ്സിൽ ഇന്ന് തട്ടിത്തെറിപ്പിച്ചെങ്കിൽ അതേ സ്പീഡിന് കോടതി 2 ഇൻഡാസ് വീട്ടിലോട്ട് അയച്ചിട്ടുണ്ടല്ലോ. അതിനൊന്നും ഒരു കാര്യമില്ല. അയ്യോ, നാട്ടിൽ പോകുന്ന എല്ലാവർക്കും മറുപടി നൽകണമെന്ന് പറഞ്ഞ് കോടതി ഇങ്ങനെ ഇൻഡാസ് അയക്കാറില്ല. പ്രതിപട്ടികയിലുള്ളവർക്ക് മാത്രമേ അങ്ങനെ അയക്കാറുള്ളൂ. കൃത്യമായ കാരണം എന്താണെന്നറിയാമോ? വിജിലൻസ് കോടതി മാത്യു കുഴൽനാടന്റെ കേസ് തള്ളിയായിരുന്നല്ലോ. അപ്പോൾ മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയക്കാർക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് വാദം കേൾക്കാതെ കേസ് തള്ളുന്നു എന്നൊരു പോയിന്റ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചു. അപ്പോൾ രാഷ്ട്രീയക്കാര് കളങ്കരഹിതരല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി ഒരു നോട്ടീസ് ഇങ്ങോട്ട് അയച്ചത്. നമ്മൾ മറുപടി കൊടുക്കും. ഇത് പോയിന്റ് കൊടുക്കും. ഇതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി പറയില്ലല്ലോ, ഉറപ്പാണേ. ഓക്കെ, ഇവിടെ സുഹൃത്ത് പറഞ്ഞു രാഷ്ട്രീയക്കാർക്കാണെന്ന്. വീണ വിജയൻ ഏത് രാഷ്ട്രീയക്കാരിയാണ്? അപ്പോൾ അവിടെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ എല്ലാം എന്തുകൊണ്ട് വീണ വിജയനിലേക്ക് എത്തുന്നു? ചോദ്യം അതാണ്. മുഖ്യമന്ത്രിക്ക് കൊള്ളണമെങ്കിൽ വീണ വിജയനെ തോണ്ടണം. ഒരു കാര്യം പറയട്ടെ, മുഖ്യമന്ത്രി മക്കൾക്ക് ഒരു തുരുമ്പ് വീഴാൻ സമ്മതിക്കില്ല. അതെ, തുരുമ്പ് വീഴാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ശക്തിയുക്തം അതിനെ പ്രതിഷേധിക്കും. അതിനു വേണ്ടി ഏതറ്റം വരെ അച്ഛന്മാര് പോകും. മാത്യു കുഴൽനാടൻ എന്തെങ്കിലും വളവള പറയണമെങ്കിൽ പത്രപ്രവർത്തകരെ വിളിച്ച് വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി പറയാം. നിയമസഭയുടെ സമയം അതിനൊന്നും കളയാൻ. അതുകൊണ്ടാണ് SFIയും കോടതിയും അതും ഇതും ഒക്കെ ഇവരുടെ പിന്നാലെ പോകുന്നത്. ഈ മാത്യു കുഴൽനാടൻ വളവള അടിച്ചോണ്ടാണ്. നിയമസഭയിൽ അതിനൊന്നും ഉള്ള സമയമില്ല. അയ്യോ, അല്ല, ഇല്ല. കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ സമയം തികയുന്നില്ല. അന്നേരമാണ് സ്പീക്കറിന്റെ സ്വഭാവം കാണിക്കില്ല. അതാണ് ഈ സ്പീക്കറാണ് വികസന കാര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ കാര്യം നിയമസഭയിൽ പണ്ട് ഈ സ്പീക്കർ MLA ആയിരുന്നല്ലോ. അപ്പോൾ ആ MLA പറഞ്ഞിരുന്നു കല്ല് പറിക്കാൻ ചെന്നാ പല്ല് പറിച്ചിട്ട് പോകും. അപ്പൊ അതൊക്കെ എന്തു ആവാം. അപ്പൊ അവിടെ ഈ ചർച്ച നടത്താൻ പ്രശ്നമില്ല. പക്ഷെ അദ്ദേഹം MLA ആയിരുന്നു. അയ്യോ, സ്പീക്കർ ഒതുക്കി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മുഹമ്മദ് റിയാസിന് ഇല്ലാത്ത എന്ത് വിഷമമാണ് നിങ്ങൾക്കുള്ളത്? വീണ വിജയനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ല? ഇവിടുത്തെ കുറച്ച് ആൾക്കാരുണ്ട്, ഗോവിന്ദ മാഷി, AK ബാലൻ, അതുപോലെ തന്നെ ഈ സ്പീക്കർ, അങ്ങോട്ട് വേരളി പിടിച്ച മട്ട ഒരുമാതിരി. എന്താ ഇത്ര പ്രശ്നം? ഇതേ ഇവർ തന്നെയാണ് പറയുന്നത്. മറ്റേ ഇപ്പൊ പറഞ്ഞല്ലോ ഷംസീർ വീണയെ പൊതിഞ്ഞ് സംരക്ഷിച്ചു എന്ന്. ഇതേ ഇവർ തന്നെയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. റിയാസിന് അല്ലല്ല, ഷംസീറിനെ ഒതുക്കിയല്ലേ റിയാസ് മന്ത്രി കസേര പിടിച്ചത്. അവർ തമ്മിൽ യുദ്ധമാണെന്ന്. എടാ, നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഓർച്ച് നിൽക്കണോ? റിയാസിന്റെ കാര്യം വെറുതെ ഇങ്ങോട്ട് എടുത്തിടല്ലേ. ഇപ്പോഴത്തെ കേളു പുതിയ മിനിസ്റ്റർ, അതായത് പ്രഖ്യാപിക്കാൻ പോകുന്ന മിനിസ്റ്റർ, അദ്ദേഹത്തിൽ നിന്നും ഈ വകുപ്പുകൾ എടുത്ത് മാറ്റിയത് എന്തിന്റെ പേരിലായിരുന്നു? എന്തിന്റെ പേരിലായിരുന്നു? ഈ ദേവസ്വം വകുപ്പ് എടുത്ത് മാറ്റിയത് എന്തിന്റെ പേരിലായിരുന്നു? അദ്ദേഹത്തിന് ഭരണ പരിചയക്കുറവ്. അപ്പൊ ഈ റിയാസ് എത്ര തവണ MLA ആയി? റിയാസ് ഇപ്പോൾ ഈ ഇരിക്കുന്ന മന്ത്രി സ്ഥാനം എന്തൊക്കെയാണ്? റിയാസ് എത്ര തവണ മന്ത്രിയായിട്ടുണ്ട് ഇതിന് മുന്നിൽ?
ആ ഒരു എക്സ്പീരിയൻസ് ലിസ്റ്റ് കൂടി ഒന്ന് തന്നു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് ഞാൻ മിണ്ടാതെ വായി പൊത്തി പൊക്കോളാം. നമുക്ക് ഷംസീറിന്റെ കാര്യമാണ് സംസാരിക്കണം. അപ്പൊ വെള്ളമില്ല, അപ്പൊ ഇതിന് ഉത്തരമില്ല, വെള്ളമുട്ടി, അപ്പൊ ഇതിന് ഉത്തരവില്ല. സുഹൃത്തുക്കളെ, അതായത് ഷംസീർ സഖാവ് ഇന്ന് വീണയ്ക്ക് വേണ്ടി വാദിച്ചതൊന്നുമല്ല, നിയമസഭയ്ക്ക് അകത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും സ്വത്തല്ല. ചുച്ച് പിടിച്ച് ഓഫ് ചെയ്യാൻ എടോ, ആ ചുച്ച് നിങ്ങൾ സ്വന്തമല്ല, ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില അവകാശങ്ങളും അധികാരങ്ങളും. അതെ, ഈ ചുച്ച് എന്താ, ഈ ചില 1-2 KK രമ, അതുപോലെ തന്നെ ഈ മാത്യു കുഴൽനാടൻ 1-2 പേര് പറയുമ്പോൾ മാത്രം ഈ ചുച്ച് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണാവോ? നമ്മൾ ഓഫ് അപ്പൊ നിങ്ങൾ ഓഫായി കളിക്കണമെങ്കിൽ വീട്ടിലെ സ്വിച്ച് പോയി ഓഫ് ആക്കണം. നിയമസഭയിലെ സ്വിച്ച് അത് അങ്ങനെ ഇങ്ങനെ ഓഫാക്കി കളിക്കാനുള്ളതല്ല. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഷംസീർ സഖാവ് അങ്ങനെ വീണയെ പൊതി സംരക്ഷിക്കാനൊന്നും പോയതൊന്നുമല്ല. അതായത് നിയമസഭയുടെ വിലപ്പെട്ട സമയം അതിനുവേണ്ടി ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. കോടതിയിൽ വാദം കേട്ട് തുടങ്ങിയിട്ടില്ല. അതെ, അപ്പൊ നമുക്ക് സംസാരിക്കാം. ആവശ്യമില്ലാത്ത എന്തിനാണ് നിയമസഭയിൽ ഇതൊക്കെ കൊണ്ടിടുന്നത്? അതെ അതെ, നിങ്ങൾ ഇപ്പൊ വീണയെ കുറിച്ച് സംസാരിക്കാൻ മാത്രം വീണ എന്താ പാർട്ടിയുടെ വലിയൊരു ആണോ? ഓ, ഇപ്പൊ ആണോ, ഇതാണോ അതെ, തള്ളിപ്പറഞ്ഞു തുടങ്ങിയല്ലോ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, എണ്ണി നമ്മൾ ഈ നാടന്തലിൽ തന്നെ ഈ കുഞ്ഞളിനെ മുന്നിൽ നമ്മൾ എണ്ണി പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, ഈ തോറ്റത് എന്തുകൊണ്ടാണ് കാരണം എന്നൊക്കെ എണ്ണി പറഞ്ഞില്ലേ. ഇതേ കാരണങ്ങൾ തന്നെയല്ലേ CPI-യിലെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റും പറഞ്ഞത്, യോഗത്തിലും പറഞ്ഞത് ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ. ഇപ്പൊ ഇവർ വീണയെ തള്ളിപ്പറഞ്ഞു, നാളെ ഇവർ പിണറായി വിജയനെ തള്ളിപ്പറയും. ഏത് നേതാവായാലും ശരി, അതെ അതെ, ഏത് നേതാവായാലും ശരി, അദ്ദേഹത്തിന്റെ രീതിയും ശൈലിയും മാറ്റണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ സഖാവ് ഗോവിന്ദൻ എന്തുവാണ് മുഖ്യമന്ത്രിയുടെ മാറ്റാനുള്ളത്? ശൈലി മുഖ്യമന്ത്രിയെ മാറ്റണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശൈലിയൊന്നും മാറ്റണ്ട, ഇവിടെ മുഖ്യമന്ത്രിയെ അങ്ങ് മാറ്റണം. എന്നിട്ട് ഗോവിന്ദൻ സഖാവിന് തത്കാചാര്യൻ. അപ്പൊ നിങ്ങൾക്കും ഉണ്ടല്ലേ ആഗ്രഹം? അപ്പൊ ഇവരുടെ ആഗ്രഹം മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തൊക്കെ മാറ്റിയതിൽ ഗോവിന്ദൻ സഖാവിനെ മുഖ്യമന്ത്രിയായിട്ട് കേൾക്കുക. പുതിയ താരോദയമായിരിക്കും. വെറുതെ അല്ല പാർട്ടി ക്ലാസ് എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ വിളിച്ചു നടക്കുന്നത് അല്ലേ? എന്തുവാണോ നിങ്ങൾ ഇങ്ങനെ? ഇന്നലെ പറഞ്ഞു പിണറായി വിജയനാണ് ഏറ്റവും വലിയ ദൈവം, ഇന്ന് പറയുന്നു ഗോവിന്ദൻ മാഷ. ഒരു കാര്യം പറയട്ടെ, ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദവി തെരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ആ പാർട്ടി ആഫീസിൽ ഇരിക്കുന്ന ആൾക്കാരല്ലല്ലോ, ഈ നാട്ടിലെ പൊതുജനം തന്നെയാണല്ലോ. നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്താലും ആൾക്കാർ പറയാനുള്ളത് കേൾക്കുകയും ചെയ്യും. കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന ആരും കരുതണ്ട, പ്രതികരിക്കും. വീണയുടെ കാര്യത്തിൽ വെറുതെ CPM-ന്റെ മെക്കിട്ടുകാരാണെന്നൊന്നും പറയണ്ട. വീണ ഒരു വ്യക്തിയാണ്. അതെ, ഏതോ ഒരു കമ്പനിയുമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ അവര് തീർപ്പാക്കും. ഇതേ സംഭവം തന്നെയാണല്ലോ ഇതിനു മുൻപും പലരും. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ, അതുകൊണ്ടാണ് പ്രതിപക്ഷം അച്യുതാനന്ദന്റെ മകൻ, അത് വലിയ ധൈര്യത്തോടു കൂടി അച്യുതാനന്ദൻ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് പറഞ്ഞത്. എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ മകനാണെന്നോ ബന്ധുവാണെന്നോ അമ്മയാണെന്നോ അച്ഛനാണോ നോക്കേണ്ട ആവശ്യമില്ല, ആളുടെ പേരിലും കേസ് എടുക്കണമെന്ന്, അന്വേഷണം മുന്നോട്ട് പോകണം. എന്താ ഈ രക്തത്തിളപ്പൊന്നും ഇപ്പൊ വരാത്തെന്താ? എന്താ വരാത്തെ? മൗനം വിദ്വാന് ഭൂഷണം. കഴിഞ്ഞു. തന്റെ കാവടി എടുക്കലും കഴിഞ്ഞു. തന്റെ മൗനാചരണം കഴിഞ്ഞു. തന്നെ കഴിഞ്ഞു. യോഗത്തിലെങ്കിൽ തേച്ചോട്ടി ഞാൻ പോകുന്നു സുഹൃത്തുക്കൾ.